വെൽക്കം ടു ഷൈനിങ് ഹോംസ്. വ്യത്യസ്തമായൊരു വീട്, അതാണ് ഇവിടെ നാം കാണുന്നത്. പാലക്കാട് ജില്ലയിലെ ഏഴുമങ്ങാട്. ഈ ഏഴുമങ്ങാട് ഗ്രാമത്തിൻ്റെ ഗ്രാമഭംഗിയോട് ചേർന്ന് നിന്ന്, എന്നാൽ അതിൽ നിന്നും വ്യത്യസ്തമായ ഒരു എലിവേഷൻ, അതാണ് മണികണ്ഠൻ്റെയും സീമയുടെയും ഈ സ്വപ്നഭവനം. വ്യത്യസ്തത, അതാണ് എല്ലാവർക്കും ഇഷ്ടം. എല്ലാറ്റിൽ നിന്നും എന്തെങ്കിലും ഒന്ന് വ്യത്യസ്തമായത്. അത്തരത്തിലുള്ള ഒരു എലിവേഷനാണ് നാം ഇവിടെ കാണുന്നത്. 3 നിലകളായിട്ടാണ് ഈ എലിവേഷൻ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഈ എലിവേഷൻ്റെ ഒരു ഹൈലൈറ്റ് പോർഷൻ എന്ന് പറയുന്നത് റൗണ്ട് ഷേപ്പിലുള്ള സ്റ്റെയർ പോർഷനാണ്. എൽ ഷേപ്പിലാണ് ഇതിൻ്റെ സിറ്റ് ഔട്ട് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. കിഴക്ക് ദർശനമായി തന്നെയാണ് ഇതിൻ്റെ മുൻവാതിൽ ഒരുക്കിയിരിക്കുന്നത്. വളരെ വിശാലമായ ഒരു ഡ്രോയിങ് റൂമിലോട്ടാണ് നാം ഇപ്പോൾ എൻട്രി ആയിരിക്കുന്നത്. ഏതാണ്ട് ഒരു സി ഷേപ്പിൽ തന്നെ സീറ്റിംഗ് അറേഞ്ച്മെന്റുകൾ കൊടുത്തിട്ടുണ്ട്. ഈ റൂമിന്റെ നിറം ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നത് വൈറ്റ് തന്നെയാണ്. ഒരു ചുമർ ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നത് മനോഹരമായ ഒരു പെയിന്റിംഗ് ഉപയോഗിച്ചാണ്. ഇതിന്റെ സീലിംഗും ഈ വിശാലതയ്ക്ക് ഒട്ടും കുറവ് വരുത്താത്ത രീതിയിൽ തന്നെയാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്.
വിശാലമായ ഒരു ഡൈനിങ് തന്നെയാണ് ഇവിടെയും ഒരുക്കിയിരിക്കുന്നത്. മൊത്തം ഒരു ഓപ്പൺ കൺസെപ്റ്റ് എന്ന രീതിയിലാണ് ഇതിൻ്റെ ഡിസൈനിങ് ചെയ്തിരിക്കുന്നത്. ഡ്രോയിങ്ങിൽ നിന്നും ഡൈനിങ്ങിൻ്റെയും മിഡിലായിട്ടാണ് സ്റ്റെയർ കേസ് കയറി പോകുന്നത്. ഡൈനിങ്ങിനോട് ഒട്ടും ഡിസ്റ്റർബ് ചെയ്യാത്ത രീതിയിൽ തന്നെ ഒരു വാഷ് കൗണ്ടർ സെറ്റ് ചെയ്യാനുള്ള അറേഞ്ച്മെൻറ്റ് ഇതിൽ ചെയ്തിട്ടുണ്ട്. എന്നാലോ ഡൈനിങ്ങിൽ നിന്നും തന്നെ വളരെ ചേർന്ന് തന്നെയാണ് ഫാമിലി ലിവിങ്ങും ഒരുക്കിയിരിക്കുന്നത്. ഈ ഒരു ഡൈനിങ്ങിൻ്റെ ഹൈലൈറ്റ് പോർഷൻ എന്ന് പറയുന്നത് ഔട്ടർ സൈഡിൽ വരുന്ന ഒരു വാൾ ഫുൾ ഗ്ലാസ് ആയിട്ടാണ് ഒരുക്കിയിരിക്കുന്നത്. ഡൈൻ ഔട്ടിലോട്ട് കടക്കാൻ ഒരു എൻട്രൻസും അതിൽ കൊടുത്തിട്ടുണ്ട്. പെയിന്റിങ്ങുകൾ കൊണ്ട് ചുമരുകൾ മനോഹരമാക്കിയിട്ടുണ്ട്. നിങ്ങളുടെ സ്വപ്നങ്ങൾ ഞങ്ങളത് മനോഹരമാക്കുന്നു. ഞങ്ങൾക്കറിയാം, ഓരോ നാണയത്തിനും മൂല്യമുണ്ട്. പരിമിതമാണ് സമയം. വിജയിക്കാൻ ഒപ്പം വേണം ശക്തമായ ഒരു ടീം. ഒപ്പം ഒരമ്മയുടെ കരുതലും വഴികാട്ടലും. ബിൽഡേഴ്സ് കൺസൾട്ടൻസി രംഗത്തെ ആദ്യത്തെ ISO 9001-2008 സർട്ടിഫിക്കറ്റ് ജേതാവ്. ബിൽഡേഴ്സ് കൺസൾട്ടൻസി രംഗത്ത് 2.5 പതിറ്റാണ്ട് കാലത്തെ സേവന പാരമ്പര്യവുമായി ഷൈൻ ബിൽഡേഴ്സ് കൺസൾട്ടൻസി.
ഗ്രൗണ്ട് ഫ്ലോറിൽ 2 ബെഡ്റൂമുകളും ഒരു സ്റ്റഡി റൂമുമാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. 2 ബെഡ്റൂമുകളിലേക്കുമുള്ള ഡോറുകൾ പൊസിഷൻ ചെയ്തിരിക്കുന്നത് ഫാമിലി ലിവിങ്ങിൽ നിന്ന് തന്നെയാണ്. അതുകൊണ്ട് തന്നെ ബെഡ്റൂമുകളുടെ പ്രൈവസിക്ക് ഒട്ടും കോട്ടം വരുത്തിയിട്ടില്ല. ഗ്രൗണ്ട് ഫ്ലോറിലുള്ള മാസ്റ്റർ ബെഡ്റൂം. ഈ വീടിൻ്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് എല്ലാ എലിമെൻസിലും ഒരു വ്യത്യസ്തത കാണാം എന്നുള്ളതാണ്. ആ ഒരു വ്യത്യസ്തത നമുക്ക് ഈ കബോർഡിലും കാണാൻ സാധിക്കും. നാച്ചുറൽ വുഡിൽ തീർത്ത കബോർഡുകളാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. അതുപോലെ തന്നെ സീലിംഗും. റൂമിൻ്റെ വിശാലതയ്ക്ക് ഒട്ടും തടസ്സം വരാത്ത രീതിയിലുള്ള ഒരു സീലിംഗ് ഡിസൈനാണ് ഇവിടെ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഈ വീടിൻ്റെ വ്യത്യസ്തത നമുക്ക് ഇവിടെയും കാണാം. ഫാമിലി ലിവിങ്ങിൽ നിന്ന് തന്നെ എൻ്റർ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഒരു ചെറിയ ഓഫീസ് കം എൻ്റർടൈൻമെൻറ്റ് ഏരിയ ഒരുക്കിയിട്ടുണ്ട്. ഡൈനിങ് റൂമിൽ നിന്നും നാം കടക്കുന്നത് കിച്ചണിലോട്ടാണ്. വളരെ പ്ലസന്റ് ആൻഡ് ബ്രൈറ്റ് ആൻഡ് കളർ തീമാണ് കിച്ചണ് കൊടുത്തിരിക്കുന്നത്. ഗ്രീനും വൈറ്റും കോമ്പിനേഷനാണ് ഈ ഡിസൈനിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. കിച്ചണിലെ വർക്കിംഗ് ട്രയാങ്കിൾ നന്നായി ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലാണ് ഇതിൻ്റെ ഡിസൈനിങ്. കിച്ചണിൽ ചെറിയൊരു ബ്രേക്ക്ഫാസ്റ്റ് ടേബിളും അറേഞ്ച് ചെയ്തിട്ടുണ്ട്. നാം വർക്ക് ഏരിയയിലോട്ടാണ് എൻട്രി ആവുന്നത്. വർക്ക് ഏരിയയിൽ ഒരു ഫയർ കിച്ചൻ്റെ സ്പേസും ഒരു കോമൺ ടോയ്ലറ്റും വാഷിംഗ് മെഷീൻ ഇടാനുള്ള ഒരു അറേഞ്ച്മെന്റും അവിടെ ഒരുക്കിയിരിക്കുന്നു. എലിവേഷനിൽ വ്യത്യസ്തത പുലർത്തിയതുപോലെ തന്നെ സ്റ്റെയർ കേസിലും വ്യത്യസ്തത പുലർത്തുന്നു ഈ വീട്. ഏതാണ്ട് ഒരു S ആകൃതിയിൽ തന്നെയാണ് സ്റ്റെയർ കേസ് കയറി പോകുന്നത്. വളരെ ഈസി ആയി തന്നെ എല്ലാ പ്രായക്കാർക്കും ഒരുപോലെ ഉപയോഗിക്കാവുന്ന രീതിയിലാണ് ഇതിന്റെ ഡിസൈനിങ്. 3 നിലകളിലായിട്ടാണ് ഈ വീടിന്റെ ഡിസൈൻ. അതുകൊണ്ട് തന്നെ ഗ്രൗണ്ട് ഫ്ലോറിൽ നിന്ന് ഫസ്റ്റ് ഫ്ലോറിലോട്ടും ഫസ്റ്റ് ഫ്ലോറിൽ നിന്നും സെക്കൻഡ് ഫ്ലോറിലോട്ടും 2 സ്റ്റെയർ കേസുകൾ ഒരേ രീതിയിൽ തന്നെ കയറി പോകുന്നുണ്ട്. മുകളിൽ നിന്നും സ്റ്റെയർ കേസിന്റെ ഒരു പോർഷൻ കാണുന്നത് വളരെ മനോഹരമായ ഒരു കാഴ്ചയാണ്. കൂടാതെ തന്നെ ഈ ഒരു പോർഷനിൽ നിന്ന് തന്നെ വീടിന്റെ എല്ലാ ഭാഗങ്ങളും നമുക്ക് വീക്ഷിക്കുവാൻ സാധിക്കും. സ്റ്റെയർകേസ് കയറി നാം എത്തി നിൽക്കുന്നത് ഫസ്റ്റ് ഫ്ലോർ ലിവിംഗ് റൂമിലാണ്. ഈ ഒരു പോയിന്റിൽ നിന്ന് തന്നെയാണ് സെക്കൻഡ് ഫ്ലോറിലേക്കുള്ള പോയിന്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇവിടെ നിന്ന് നിൽക്കുമ്പോൾ മുകളിൽ നിന്നും ആ എലിവേഷനിലുള്ള കറുപ്പ് നമുക്ക് ലഭിക്കുന്നുണ്ട്.
നിങ്ങളുടെ സ്വപ്നങ്ങൾ ഞങ്ങളത് മനോഹരമാക്കുന്നു. ഞങ്ങൾക്കറിയാം, ഓരോ നാണയത്തിനും മൂല്യമുണ്ട്. പരിമിതമാണ് സമയം. വിജയിക്കാൻ ഒപ്പം വേണം ശക്തമായ ഒരു ടീം. ഒപ്പം ഒരമ്മയുടെ കരുതലും വഴികാട്ടലും. ബിൽഡേഴ്സ് കൺസൾട്ടൻസി രംഗത്തെ ആദ്യത്തെ ISO 9001-2008 സർട്ടിഫിക്കറ്റ് ജേതാവ്. ബിൽഡേഴ്സ് കൺസൾട്ടൻസി രംഗത്ത് 2.5 പതിറ്റാണ്ട് കാലത്തെ സേവന പാരമ്പര്യവുമായി ഷൈൻ ബിൽഡേഴ്സ് കൺസൾട്ടൻസി. ഈ വീട് നിൽക്കുന്നത് ഏഴുമങ്ങാട് എന്നൊരു സ്ഥലത്താണ്. ഈ വീടിൻ്റെ ഉടമസ്ഥൻ മണികണ്ഠൻ. അദ്ദേഹത്തിന് വേണ്ടി വീട് ഡിസൈൻ ചെയ്യുമ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രധാന ആവശ്യം സാധാരണ കണ്ട് പഴകിയ ഒരു മോഡൽ അദ്ദേഹത്തിന് വേണ്ട. അദ്ദേഹത്തിൻ്റെ പ്രധാന ആവശ്യമെന്ന് പറയുന്നത് തന്നെ സംതിങ് ഡിഫറെൻറ്റ്. അതുകൊണ്ട് തന്നെ ഈ വീടിനെ 3 നിലയായിട്ടാണ് നമ്മൾ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. സാധാരണ വീടുകളിൽ കാണുന്നത് പോലെ തന്നെ താഴെ ബെഡ്റൂമുകളുണ്ട്, മുകളിൽ ബെഡ്റൂമുകളുണ്ട്. അതിനു മുകളിൽ ഇതിനകത്തൊരു ഹോം തിയേറ്ററാണ് നമ്മൾ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അതിനകത്ത് തന്നെ നമ്മളൊരു സ്റ്റെയർ കേസും കൊടുത്തിട്ടുണ്ട്.
ഈ സ്റ്റെയർ കേസിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് വളരെ കുറഞ്ഞ സ്ഥലം കൊണ്ട് തന്നെ മാക്സിമം യൂട്ടിലൈസേഷൻ അതിനകത്ത് വരുത്തിയിട്ടുണ്ട്. മാക്സിമം 6 or 7 സ്റ്റെപ്പ് കഴിഞ്ഞാൽ തന്നെ നമുക്ക് അതിന്റെ അടിഭാഗം നമുക്ക് യൂസ് ചെയ്യാൻ പറ്റാവുന്ന രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. പ്രത്യേകിച്ചും ഒരു S ആകൃതിയിലാണ് ഇതിന്റെ സ്റ്റെയർ കേസ് നമ്മൾ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. സാധാരണ കാണുന്ന സ്റ്റെയർ കേസ് സ്ട്രെയിറ്റ് ആയി കയറാം, അല്ലെങ്കിൽ L ടൈപ്പ്, അതായത് 90 ഡിഗ്രിയിൽ തിരിയാം, ഇല്ലെങ്കിൽ 180, അതായത് കയറിയെടുത്ത് തന്നെ നമുക്ക് തിരിച്ചു കയറാം. ഇതിന്റെ മുകളിലെ നിലയിലേക്കും ഓൾറെഡി നമ്മൾ ഈ സ്റ്റെയർ കേസിന്റെ കണ്ടിന്യൂഷൻ കൊടുത്തിരിക്കുകയാണ്. ഈ സ്റ്റെയർ കേസ് വഴിയാണ് നമ്മൾ ഹോം തിയേറ്ററിലേക്ക് പ്രവേശിക്കുന്നത്. ഇതിന്റെ വേറൊരു അട്രാക്ഷൻ എന്ന് പറയുന്നത് ഓൾറെഡി സ്ലോപ്പ് പ്രൂഫ് പോലെ തോന്നിക്കാമെങ്കിലും ഇതെല്ലാം പ്ലെയിൻ ടെറസിലാണ് എല്ലാം ചെയ്തിരിക്കുന്നത്. ഈ വീടിന്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഇതിന് ഡൈനിങ്ങിനോട് ചേർന്നൊരു ഡൈൻ ഔട്ട് ഉണ്ട്. എന്തെങ്കിലും ഒരു ഫംഗ്ഷനും കാര്യങ്ങളെല്ലാം വരുമ്പോൾ എൻറ്റയർ ആ വാൾ ചെയ്തിരിക്കുന്നത് ഗ്ലാസ്സിലാണ്. പുറമേ നിന്ന് നോക്കിയാൽ ഗ്ലാസ്സിന് സെക്യൂരിറ്റി ഇല്ല എന്ന് തോന്നിയാലും അതിന് പുറത്ത് നമ്മൾ ഒരു പ്രധാനമായ ഒരു ഷട്ടർ കൊടുത്തിട്ടുണ്ട്. ഈ ഷട്ടർ നമ്മൾ ഓപ്പറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിനകത്ത് സെക്യൂരിറ്റി പ്രോബ്ലംസ് സോൾവ് ചെയ്യാൻ പറ്റും. എന്നാലോ ഇത് ഗാർഡന്റെ ഒരു ഭാഗമായിട്ട് വരികയും ചെയ്യും. ഡൈനിങ് റൂമിലിരുന്ന് തന്നെ നമ്മൾ ഗാർഡനിലിരുന്ന് ഭക്ഷണം കഴിക്കുന്ന ഒരു ഫീല് കിട്ടുകയും ചെയ്യുന്നുണ്ട്. ഈ വീടിനെ പ്രധാനമായും എലിവേഷനിൽ കാണുന്നത് ഉയർന്നു നിൽക്കുന്ന ഭാഗം എന്ന് പറയുന്നത് സ്റ്റെയർ കേസിന്റെ ഏരിയയാണ്. ഈ സ്റ്റെയർ കേസ് തന്നെയാണ് ഈ വീടിന്റെ പ്രധാന ഒരു ആകർഷണമായിട്ടും സെറ്റ് ചെയ്തിരിക്കുന്നത്. ഈ സ്റ്റെയർ കേസ് കൊണ്ട് തന്നെയാണ് നമ്മൾ ഈ വീടിനകത്തെ ചൂടുള്ള വായുവിനെ വലിച്ചു പുറത്തു വിടുന്നത്. ശരിക്കും ഒരു ചിമ്മിനി എഫക്റ്റ് ആണ് ഈ സ്റ്റെയർ കേസ് കൊണ്ട് നമ്മളിവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത്. വീടിലെ എല്ലാ റൂമുകളിൽ നിന്നുള്ള ചൂടുള്ള വായുവിനെ നമ്മൾ വലിച്ചെടുത്ത് പുറത്തു കളയുന്നത് ഈ ചിമ്മിനി എഫക്റ്റ് ഉപയോഗിച്ചിട്ടാണ്. ഈ ചിമ്മിനി എഫക്റ്റ് ഉപയോഗിച്ചിരിക്കുന്നത് സ്റ്റെയർ കേസിന്റെ ഡിസൈനിന്റെ ഭാഗമായിട്ടാണ്. അടുത്ത ഇതിന്റെ ഒരു വേറൊരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് പ്രധാനമായും എല്ലാ റൂമുകളിലും നമ്മൾ സീലിംഗ് വർക്ക് ചെയ്തിട്ടുള്ള ഒരു ഫീലിംഗ് ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷേ നമ്മൾ സീലിംഗ് വർക്ക് കാര്യമായിട്ടൊന്നും ചെയ്തിട്ടില്ല. ആ ഫീലിംഗ് ഉണ്ടാക്കിയെടുത്തത് ഡിസൈൻ വർക്ക് മാത്രമാണ് നമ്മൾ POP ഉപയോഗിച്ച് ചെയ്തിട്ടുള്ളൂ, ജിപ്സം ബോർഡ് ഉപയോഗിച്ച് ചെയ്തിട്ടുള്ളൂ. ബാക്കി കാണുന്ന ഹോൾ ഏരിയ സ്ലാബിന്റെ പാർട്ട് തന്നെയാണ്. അതുകൊണ്ട് തന്നെ 25% ഏരിയ മാത്രമാണ് നമ്മൾ സീലിംഗ് വർക്ക് ചെയ്തിട്ടിരിക്കുന്നത്. പക്ഷെ കാണുന്ന ഫീൽ എന്ന് പറയുന്നത് 100%ന്റെ ഫീലാണ് നമുക്ക് നേടിത്തരുന്നത്. അങ്ങനെ സീലിംഗ് വർക്കിൽ നമ്മൾ മാക്സിമം നന്നായി ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. സാധാരണ നമ്മൾ വീട് പണി വയ്ക്കുന്ന ഒരു കോമൺ വാക്കാണ് സൂപ്പർ സ്ട്രക്ചർ. അത് എന്താണ്, പിന്നെ അത് വരുന്ന ഭാഗങ്ങൾ ഏതൊക്കെയാണ്? ഒരു കെട്ടിടത്തിനെ സംബന്ധിച്ച് സൂപ്പർ സ്ട്രക്ചറും ഉണ്ട്, സബ് സ്ട്രക്ചറും ഉണ്ട്. മണ്ണിന്റെ താഴെ പോകുന്ന ഭാഗങ്ങൾ സബ് സ്ട്രക്ചറും മണ്ണിന്റെ മുകളിലേക്ക് നിൽക്കുന്ന ഭാഗങ്ങളൊക്കെ സൂപ്പർ സ്ട്രക്ചറിലും പെടും. സൂപ്പർ സ്ട്രക്ചർ മെയിൻലി ഫ്രെയിംഡ് ബിൽഡിംഗ് ഉണ്ട്, വാൾ ബെയറിംഗ് ബിൽഡിംഗ് ഉണ്ട്. അങ്ങനെ ഭൂമിയുടെ മുകളിലേക്ക് വരുന്നതെല്ലാം നമ്മൾ സൂപ്പർ സ്ട്രക്ചറിന്റെ കാറ്റഗറിയിൽ പെടും. അതായത് വെട്ടുകല്ലിൽ പണിയുന്നത്, ലിൻഡല്, സ്ലാബ്, അതേപോലെ ആ വരുന്നതെല്ലാം സൂപ്പർ സ്ട്രക്ചറിൽ പെടുന്ന കാര്യങ്ങളാണ്. അതിനകത്താണ് കൂടുതൽ കാര്യങ്ങൾ വരുന്നത്. ഒരു ബിൽഡിങ്ങിന്റെ മാക്സിമം ഒരു 20% ആണ് സബ് സ്ട്രക്ചറിൽ വരുന്നത്. ബാക്കി 80% സൂപ്പർ സ്ട്രക്ചറിലാണ് വരുന്നത് സാധാരണ ഒരു വീടിനെ സംബന്ധിച്ച്.
മൾട്ടി സ്റ്റോറി ബിൽഡിംഗ് ആണെങ്കിൽ അതിൽ പൈൽ ഫൗണ്ടേഷനും അതുപോലെ തന്നെ ബാക്കി വരുന്നതൊക്കെ അതിന്റെ സബ്സ്ട്രക്ചറിൽ വരും. ബാക്കി അതിന് മുകളിലേക്കുള്ള നിലകളാണ് സൂപ്പർ സ്ട്രക്ചറിൽ വരുന്നത്. സാധാരണ വീടുകൾ രണ്ട് തരത്തിൽ ചെയ്യുന്നുണ്ട്. വാൾ ബെയറിംഗ് രീതിയിലും ചെയ്യുന്നുണ്ട്, ഫ്രെയിംഡ് സ്ട്രക്ചറായിട്ടും ചെയ്യുന്നുണ്ട്. വാൾ ബെയറിംഗ് എന്ന് പറയുമ്പോൾ ആ സ്ട്രക്ചർ വാളിലാണ് ലോഡ് എടുക്കുന്നത്. വാളാണ് ആ മൊത്തം ഭാരം ഫൗണ്ടേഷനിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നത്. ആ സമയം ഫ്രെയിംഡ് ബിൽഡിംഗ് ആണെങ്കിൽ ആ വരുന്നതിൽ ലോഡ് പില്ലർ മുഖേന, അത് കോളം വഴിയാണ് നമ്മൾ അതിലേക്ക് ലോഡ് ട്രാൻസ്ഫർ ചെയ്ത് താഴോട്ടേക്ക് വരുന്നത്. അതാണ് മെയിൻലി ഇതിന്റെ ഡിഫറൻറ്റ്. വീടുകളെ സംബന്ധിച്ച് ഇപ്പോൾ അധികം വരുന്നത് സൂപ്പർ സ്ട്രക്ചർ ഫ്രെയിംഡ് സ്ട്രക്ചർ ആയിട്ടാണ് ചെയ്യുന്നത്. ഈ ഫ്രെയിംഡ് സ്ട്രക്ചറിന്റെ ഒരു പ്രധാന ഗുണം എന്ന് പറയുന്നത് എർത്ത് വേക്ക് പോയിന്റ് ഓഫ് വ്യൂവിൽ നോക്കുമ്പോൾ അതാണ് വളരെ നല്ലത്. എർത്ത് വേക്കിനൊക്കെ നന്നായിട്ട് റെസിസ്റ്റ് ചെയ്യും. ആ സമയം വാൾ ബെയറിംഗ് സ്ട്രക്ചർ അത്രയ്ക്ക് റെസിസ്റ്റ് ചെയ്യില്ല എർത്ത് വേക്ക് അങ്ങനെ വരുന്നതിനെല്ലാം. ഇതാണ് ഈ സൂപ്പർ സ്ട്രക്ചർ സബ് സ്ട്രക്ചർ അതിനെല്ലാം ഉദ്ദേശിക്കുന്നത്.